സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾക്ക് ഇന്ന് തുടക്കമാകും. വീടുകൾ തോറുമുള്ള വിവരശേഖരണത്തിനാണ് തുടക്കം കുറിക്കുക. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡിസംബർ 9-ന് കരട് വോട്ടർ പട്ടിക പുറത്തിറക്കും. അതേസമയം SIR-മായി ബന്ധപ്പെട്ട ഹർജികൾ ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ തൃണമൂൽ കോൺഗ്രസ് പശ്ചിമ ബംഗാളിലെ തെരുവുകളിൽ പ്രതിഷേധിക്കും. മുഖ്യമന്ത്രി മമതാ ബാനർജിയും അഭിഷേക് ബാനർജിയും പ്രതിഷേധത്തിന്റെ ഭാഗമാകും. വിനോദ് ചേരും കൂടുതൽ വിശദാംശങ്ങളുമായി. വിനോദ്, ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം. അതിന് ഇന്ന് തുടക്കമാകുന്നു. എങ്ങനെയായിരിക്കാം തുടർന്നുള്ള സാഹചര്യം? വലിയ വിവാദങ്ങൾ നിലനിൽക്കുന്നതിനിടെയാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായുള്ള നടപടികൾ സംസ്ഥാനത്തും ആരംഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാജ്ഭവനിലെത്തി ഉദ്യോഗസ്ഥർ ഔദ്യോഗികമായി ആ നടപടികൾ പൂർത്തിയാക്കിയിരുന്നു. ഇപ്പോൾ ഇതാ വീടുകൾ തോറും BLO-മാരെത്തി വിവരശേഖരണം നടത്തുന്ന നടപടികളിലേക്കാണ് പോകുന്നത്. ഡിസംബർ 4 വരെ ഈ നടപടികൾ തുടരും. ഡിസംബർ 9-ന് കരട് വോട്ടർ പട്ടിക പുറത്തിറക്കും. കരട് പട്ടികയിന്മേലുള്ള അവകാശവാദങ്ങളും ആക്ഷേപങ്ങളും അടുത്ത വർഷം ജനുവരി 8 വരെ സമർപ്പിക്കാം. അതായത് 2026 ജനുവരി 8 വരെ സമർപ്പിക്കാം. അതിനുശേഷം അന്തിമ പട്ടിക പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെയുള്ള തിരഞ്ഞെടുപ്പുകളിൽ വോട്ട് രേഖപ്പെടുത്താൻ കഴിയില്ല. വീടുകൾ തോറും വിവരശേഖരണത്തിനായി നൽകുന്ന ഫോം തിരികെ നൽകുന്ന സമയത്ത് രേഖകൾ സമർപ്പിക്കേണ്ട ആവശ്യമില്ല. 2002-2004 വർഷങ്ങളിലെ വോട്ടർ പട്ടികയിൽ പേരുള്ളവർ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളുടെയോ അടുത്ത ബന്ധുക്കളുടെയോ പേര് ഈ പട്ടികയിലുള്ളവർ എന്നിവർ രേഖകൾ നൽകേണ്ടതില്ല. മുമ്പ് പട്ടികയിലെ ഒരു വോട്ടറുമായി പേര് ബന്ധിപ്പിക്കാൻ സാധിക്കാത്തവർ മാത്രമേ രേഖകൾ നൽകേണ്ടതുള്ളൂ. ഇത്തരക്കാർക്ക് ഡിസംബർ 9-നും അടുത്ത വർഷം ജനുവരി 31-നും ഇടയിൽ നോട്ടീസ് നൽകും. വോട്ടർമാരിൽ ഏതാണ്ട് 90% പേരും രേഖകൾ നൽകേണ്ടി വരില്ലെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുള്ളത്. ലളിതമായ നടപടിക്രമമെന്ന് കമ്മീഷൻ വ്യക്തമാക്കുന്നു. 14ഓളം രേഖകൾ ഉണ്ട്. അതിൽ ആധാർ കാർഡും തിരഞ്ഞെടുപ്പ് ID കാർഡും ഉൾപ്പെടെയുള്ള വസ്തുക്കളുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ നൽകുന്ന ID കാർഡുണ്ട്. അത്തരത്തിൽ സാക്ഷ്യപ്പെടുത്തിയ രേഖകൾ, തദ്ദേശ വകുപ്പ് താമസവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള രേഖകൾ, ഇങ്ങനെയുള്ള രേഖകൾ ഹാജരാക്കിയാൽ വളരെ ലളിതമായി തന്നെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാമെന്ന വിവരമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. മറ്റൊരു കാര്യം, കേരളമടക്കം രാജ്യത്തെ 12 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് SIR-ന്റെ ഈ രണ്ടാം ഘട്ട നടപടികൾ ആരംഭിക്കുന്നത്. ഏതാണ്ട് 51 കോടി വോട്ടർമാരെ ഉൾക്കൊള്ളുന്ന ഈ പ്രക്രിയ അടുത്ത വർഷം ഫെബ്രുവരി 7-ന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതോടെയാണ് പൂർത്തിയാകുക. കേരളത്തിന് പുറമെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ലക്ഷദ്വീപ്, ഛത്തീസ്ഗഡ്, ഗോവ, ഗുജറാത്ത്, മധ്യപ്രദേശ്, പുതുച്ചേരി, രാജസ്ഥാൻ, തമിഴ്നാട്, ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ എന്നിവയാണ് രണ്ടാം ഘട്ടത്തിൽ ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും. SIR-ന്റെ ആദ്യഘട്ടം ബീഹാറിൽ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നടത്തിയിരുന്നു. അവിടെ അന്തിമ പട്ടികയിൽ വോട്ടർമാരുടെ എണ്ണം 7.89 കോടിയിൽ നിന്ന് 7.42 കോടിയായി കുറഞ്ഞിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം നടക്കുന്ന 9ാമത്തെ SIR നടപടിയാണ്. ബീഹാറിൽ സംബന്ധിച്ച് നമുക്കറിയാവുന്നൊരു കാര്യമാണ്. വലിയ തോതിൽ വിവാദം നടക്കുകയാണ്. ആദ്യഘട്ട തിരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിക്കാനിരിക്കെ ഈ SIR-മായി ബന്ധപ്പെട്ട വലിയ വിവാദമാണ് ബീഹാറിൽ നടക്കുന്നത്. അവിടെ വോട്ടർമാരെ ഗണ്യമായി ഒഴിവാക്കുന്നതിന് ഉള്ള നടപടിയാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചതെന്ന വിവാദം. കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ തുടങ്ങി സംസ്ഥാനങ്ങൾ SIR-നെതിരെ രംഗത്തെത്തിയിരുന്നു. തമിഴ്നാടാകട്ടെ പ്രമേയം പാസ്സാക്കുകയും അവിടെ സർവകക്ഷി യോഗം വിളിച്ച് പ്രമേയം പാസ്സാക്കുകയും സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട ഹർജികൾ ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട്. പശ്ചിമ ബംഗാളിലാകട്ടെ ഇന്ന് അവിടെ ഈ പ്രതിഷേധം തെരുവിലേക്ക് എത്തുകയാണ്. കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വലിയ ജനകീയ പ്രതിഷേധമായി അത് ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നു. എന്നാൽ കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ സുപ്രീം കോടതിയെ സമീപിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. ഇവിടെ LDF-ഉം UDF-ഉം പ്രത്യക്ഷത്തിൽ ഇതിനെ എതിർക്കുന്നുവെങ്കിലും സർക്കാർ എടുക്കുന്ന നിലപാട് നിർണായകമാകും. കാരണം PM ശ്രീ പദ്ധതിയിൽ സർക്കാർ ഒപ്പിട്ടത് BJP CPM ധാരണയുടെ പുറത്താണെന്ന ആരോപണവും ആക്ഷേപവും ശക്തമായി നിൽക്കുന്നു. അതിനൊപ്പമാണ് SIR വരുന്നത്. അവിടെ സർക്കാർ എതിർപ്പ് പ്രകടിപ്പിക്കുകയും എന്നാൽ മറ്റ് നിയമ നടപടികളുമായി മുന്നോട്ട് പോയില്ലെങ്കിൽ BJP-യുമായുള്ള ഒത്തുകളിയെന്ന ആരോപണം UDF ഉയർത്തുകയും ചെയ്യും. ഹരി, യെസ്, അത് തന്നെയാണ്. PM ശ്രീ പദ്ധതിയിൽ കൃത്യമായി CPM BJP ആരോപണം UDF അപ്പോൾ മുതൽ തന്നെ ഉണ്ടാക്കിയതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ SIR വരുന്നത്. 9 സംസ്ഥാനങ്ങൾ, കേരളം ഉൾപ്പെടെയുള്ള 9 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശത്തുമായിട്ടാണ് SIR ഇന്ന് തുടക്കം കുറിക്കുന്നത്. എന്തായാലും വിനോദാണ് വിശദാംശങ്ങൾ നൽകിയത്.